ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുക, ഞാൻ അശുദ്ധനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുൻപിൽ, ദൈവ മഹത്വത്തിൻ്റെ മുൻപിൽ നമ്മൾ എത്രമാത്രം അശുദ്ധിയുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒത്തിരിയേറെ അശുദ്ധി നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ മനസ്സിലും മനസ്സാക്ഷിയിലും അശുദ്ധിയും ആസക്തികളും തിന്മകളുമൊക്കെ ഉണ്ട്. വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ട്. ഇവയൊക്കെ നീക്കപ്പെടണം. ഇവയൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ മഹത്വം കാണുകയാണ്. ആ ദൈവത്തിൻ്റെ മഹത്വം കാണുക, ദൈവത്തിൻ്റെ പരിശുദ്ധി കാണുക, ദൈവത്തോടു കൂടി ആയിരിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. മാലാഖായുടെ ഒരു വലിയ ഒരു ദർശന അനുഭവം പ്രവാചകനുണ്ടായി. സറാഫുകളിൽ ഒന്ന് ഒരു കുടിലിൽ അഗ്നി കൊണ്ടുവന്ന് യെശയ്യാ പ്രവാചകൻ്റെ നാവിനെയും അധരങ്ങളെയും വിശുദ്ധീകരിക്കുകയാണ്. 6-7 തിരുവചനങ്ങൾ. അപ്പോൾ സറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതൻ തീക്കനലുമായിട്ട് വരികയാണ്. പ്രവാചകൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യെശയ്യായുടെ മേലുള്ള മാലിന്യങ്ങളും അശുദ്ധികളും പാപത്തിൻ്റെ കറകളും നീക്കപ്പെടുകയാണ്. അതിനുശേഷമാണ് പ്രവാചകൻ കേൾക്കുന്നത്, ദൈവത്തിൻ്റെ സ്വരം, ആര് നമുക്ക് വേണ്ടി പോകും? പ്രവാചകൻ പറയുന്നു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ലോകമെമ്പാടും അനേകം വ്യക്തികൾ സജീവമായിട്ട് സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിട്ടുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. സുവിശേഷത്തിന് വേണ്ടി ജീവിതം കൊടുത്തവരും ജീവൻ കൊടുത്തവരും ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് വന്ന് സുവിശേഷം പ്രസംഗിച്ച് അതിദുസ്സഹമായ പീഡനം ഏറ്റുവാങ്ങി രക്തസാക്ഷിയായി തീർന്ന വലിയ ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധനായ ജോൺ ബ്രിട്ടോ. അദ്ദേഹം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് അരുണാനന്ദൻ എന്ന പേരിലാണ്. 1647 പോർച്ചുഗൽ എന്ന രാജ്യത്ത് ലിസ്ബൺ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജോൺ ബ്രിട്ടോ ജനിച്ചു. സമ്പന്ന കുടുംബമായിരുന്നു. വലിയ ദൈവഭക്തിയുള്ള മാതാപിതാക്കന്മാർ. നല്ല ക്രൈസ്തവ അന്തരീക്ഷത്തിൽ വളർന്ന ജോൺ ബ്രിട്ടോ തൻ്റെ ജീവിതം കർത്താവിനായിട്ട് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ആ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയുണ്ട്, മാതാപിതാക്കന്മാരുടെ വിശുദ്ധ ജീവിതമുണ്ട്. ജോൺ ബ്രിട്ടോ തൻ്റെ ജീവിതം കർത്താവിനായിട്ട് സമർപ്പിച്ചു. ഈശോ സഭയിൽ ചേർന്നു. വർഷങ്ങൾ നീണ്ട പഠനം, അതിനുശേഷം അദ്ദേഹം വൈദികനായി തീർന്നു. 1673 വൈദിക പട്ടം സ്വീകരിച്ചു. വലിയ ആഗ്രഹത്തോടെ, വലിയ തീഷ്ണതയോടെ ഒരു വൈദികനായി തീർന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തീഷ്ണമായ ദാഹമായിരുന്നു സുവിശേഷം പ്രസംഗിക്കുവാൻ. സുവിശേഷം പ്രസംഗിച്ച് ഒരു രക്തസാക്ഷിയായിട്ട് തീരണം,
ജോൺ ബ്രിട്ടോയുടെ ഹൃദയത്തിൽ തിളച്ചു പറഞ്ഞ ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അധികാരികൾ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് അയക്കുകയാണ്. അദ്ദേഹം 1675 കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ എത്തിച്ചേരുകയാണ്. 14 വർഷക്കാലം തമിഴ്നാട്ടിലൂടെ തഞ്ചാവൂര്, മധുര, രാമേശ്വരം അവിടെ താമസിച്ചുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അനേകര് യേശുവിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അസാധാരണമായ അത്ഭുതങ്ങളിലൂടെ വചനം സ്ഥിരീകരിക്കപ്പെട്ടു. 14 വർഷക്കാലം തമിഴ്നാടിൻ്റെ മണ്ണിൽ സുവിശേഷം പ്രസംഗിച്ച അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിലായിരുന്ന, സാത്താൻ്റെ അടിമത്തത്തിലായിരുന്ന, ഇരുട്ടിൻ്റെ ബന്ധനത്തിലായിരുന്ന ഒരു ജനത്തോട് വെളിച്ചത്തെക്കുറിച്ച്, പ്രകാശമായ ക്രിസ്തുവിനെക്കുറിച്ച് ഒരു മടിയും കൂടാതെ അദ്ദേഹം പ്രസംഗിച്ചു. ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ, പീഡകളിലൂടെ ജോൺ ബ്രിട്ടോയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. അതിക്രൂരമായിട്ട് അദ്ദേഹം പലപ്പോഴും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ക്രൂരമായിട്ട് ഉപദ്രവിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ ബ്ലേഡ് കൊണ്ട് കീറിയിട്ട് മുളക് പൊടിയിട്ടു, അടിച്ചു, ഉപദ്രവിച്ചു, കെട്ടിവലിച്ചു, മരത്തിൽ കെട്ടിത്തൂക്കി. ക്രൂരമായ സഹനങ്ങളിലൂടെ ആ വിശുദ്ധൻ കടന്നുപോയി. അവസാനം അദ്ദേഹത്തെ അവിടുത്തെ ഭരണാധികാരികൾ പിടിച്ച് ഓരിയൂർ ജയിലിലടച്ചു. ജയിലിൽ വെച്ച് ക്രൂരമായിട്ട് അദ്ദേഹത്തെ അധികാരികൾ പീഡിപ്പിച്ചു. 1693 ഫെബ്രുവരി 4 ജോൺ ബ്രിട്ടോ എന്ന ആ വലിയ സുവിശേഷകൻ്റെ കഴുത്ത് വെട്ടിമാറ്റി. എന്നിട്ട് ആ തല ഒരു കൂർത്ത കമ്പിൽ നാട്ടിവെച്ചു. മറ്റൊരു രാജ്യത്തു നിന്ന് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിക്കുന്ന അനുഭവത്തോടെ നമ്മുടെ ഈ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് വന്ന വലിയ ഒരു ദൈവമനുഷ്യൻ വിശുദ്ധ ജോൺ ബ്രിട്ടോ. കർത്താവ് ചോദിക്കുന്നു, ആര് എനിക്കായിട്ട് പോകും? ഇന്നും ഈ ചോദ്യം മുഴങ്ങുകയാണ്. ഇരുട്ടു നിറഞ്ഞ, അനീതി നിറഞ്ഞ, തിന്മ നിറഞ്ഞ യുദ്ധങ്ങളും അധികാരത്തിൻ്റെ വടംവലികളും സാത്താൻ്റെ ആധിപത്യവും നിറഞ്ഞ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഈ സുവിശേഷം പ്രസംഗിക്കാൻ പോകാൻ ആരുണ്ട്? ഈ ചോദ്യം ഇന്നും പ്രതിധ്വനിക്കുകയാണ്. കർത്താവ് ചോദിച്ച ആ ചോദ്യം, ആര് എനിക്കായിട്ട് പോകും? ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നു ജോൺ ബ്രിട്ടോ എന്ന ചെറുപ്പക്കാരൻ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചു. അനേകായിരങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹമറിഞ്ഞു. അനേകായിരങ്ങൾ യേശുവിനെ രക്ഷകനായി, നാഥനായിട്ട് സ്വീകരിച്ചു. ആ വിശ്വാസത്തിൻ്റെ പിന്തുടർച്ച ഇന്നും അവിടെ ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്തുവിനെ ആരാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തു വെട്ടിമാറ്റി. ജോൺ ബ്രിട്ടോയുടെ രക്തം തമിഴ്നാട്ടിൻ്റെ മണ്ണിൽ വീണു. ആ രക്തം ഇന്നും സുവിശേഷത്തിൻ്റെ അഗ്നിയായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. 1947 ജൂൺ 22 ജോൺ ബ്രിട്ടോയെ വിശുദ്ധനായിട്ട് കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 4 അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. മറ്റൊരു ദേശത്തു നിന്ന് ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുവാനായിട്ട് കടന്നു വന്നു.
ഈ സുവിശേഷം പ്രസംഗിച്ച് തൻ്റെ ജീവൻ ക്രിസ്തുവിന് വേണ്ടി കൊടുത്തു. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ മലമുകളിൽ എത്ര സുന്ദരം! സുവിശേഷത്തിനു വേണ്ടിയുള്ള ഒരു ജീവിതം, അത് ദൈവം ഒത്തിരി ആഗ്രഹിക്കുന്നു. ആര് നമുക്ക് വേണ്ടി പോകും? ആരുണ്ട് എനിക്ക് വേണ്ടി പോകുവാൻ? ആരുണ്ട് എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ? ആരുണ്ട് എനിക്ക് വേണ്ടി രക്തസാക്ഷിയാകുവാൻ? ആരുണ്ട് എന്നെ പ്രതി പീഡകൾ സഹിക്കുവാൻ? ഈ ചോദ്യം ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. നമുക്ക് ഓരോരുത്തർക്കും ഈശോയോട് പറയാം, ഇതാ ഞാൻ, എന്നെ അയച്ചാലും നിൻ്റെ സുവിശേഷത്തിന് ഞാൻ സാക്ഷിയാകാം, നിൻ്റെ സുവിശേഷം ഞാൻ പ്രസംഗിക്കാം. അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ പ്രകാശത്തിൻ്റെ തിരികൊളുത്തുവാൻ കർത്താവേ എന്നെയും അയക്കണം. സുവിശേഷത്തിൻ്റെ ശക്തനായ പോരാളിയാക്കി, പടയാളിയാക്കി എന്നെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അതിനുള്ള ശക്തിയും ബലവുമൊക്കെ നമുക്ക് നൽകട്ടെ. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.